إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, ഏകനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി ഇത്തിബാ ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് മുത്തഖികളായി മുസ്ലിങ്ങളായി ജീവിക്കണമേ എന്ന് സ്വയം എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വസീക്കും ബിനഫ്സി വഇയ്യാകും ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ വിശുദ്ധ റമളാനിലെ ആദ്യത്തെ 2 നോമ്പുകൾ പൂർത്തീകരിച്ച് 3-ന്റെ പകലിലാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ റമളാൻ എന്നത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ പകൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമയം മാത്രമല്ല. റമളാനിലെ ഓരോ രാവും ഓരോ പകലും ഏറ്റവും ഉന്നതവും സവിശേഷവുമായതിനാൽ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിൻ്റെ പരമാവധി ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന്, അതിനു വേണ്ടിയിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. വിശ്വാസികളെ, വിശുദ്ധ റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രത്യേകതകൾ
നമ്മൾ കേട്ടിട്ടുണ്ട്. ഷഹ്റു തൗബ, ഷഹ്റുൽ ഖിയാം, ഷഹ്റുൽ മുവാസാത്ത്, പരസ്പരം സഹകരണത്തിൻ്റെ മാസം, അതല്ലെങ്കിൽ ഖിയാമിൻ്റെ മാസം, അതല്ലെങ്കിൽ തൗബയുടെ മാസം, ഷഹ്റുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിൻ്റെ മാസം എന്നീ നിരവധി സവിശേഷതകളൊക്കെ അടങ്ങിയിട്ടുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. ഈ ഒരു പ്രത്യേകതയോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ അതിൻ്റെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഒരു സവിശേഷതയായിട്ട് കാണുന്നത് മാനവ സമൂഹത്തിന് മാർഗദർശനമായിട്ട് അവതീർണമായ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസലൽ ഖുർആന ഫി ഹാദൽ ശഹ്റിൽ മുബാറക്. വിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തുന്ന ആദ്യ ഭാഗത്ത് വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിൽ കൂടി അല്ലാഹു പറയുന്നത് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. കേട്ട് പരിചയിച്ചിട്ടുള്ള, ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലും നമ്മുടെയൊക്കെ സംസാരത്തിലുമൊക്കെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആയത്താണ്. തീർച്ചയായും ഈ വിശുദ്ധ റമദാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി? തുറന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, കൃത്യമായിട്ട് കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കുവാൻ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള തെളിവോട് കൂടിയിട്ടും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർഗദർശനത്തിനുമായിട്ടാണ് ഈ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ സമൂഹത്തിന് അവതരിപ്പിച്ചത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ആയത്തിൽ കൂടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ പേര് നൽകപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 4 നാമങ്ങൾ ഉൾക്കൊള്ളിച്ചതായിട്ട് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ ഖുർആനിനെ പല രീതിയിലുള്ള നാമങ്ങൾ ഖുർആൻ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ ആയത്തിൽ കൂടി അല്ലാഹു പറയുന്നു ഖുർആൻ, ബയ്യിനാത്ത്, ഹുദ, ഫുർഖാൻ എന്നീ 4 നാമങ്ങൾ ഈ ഒരു ചെറിയ വചനത്തിൽ കൂടി അല്ലാഹു ഉൾക്കൊള്ളിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സകലമാനമായിട്ടുള്ള മാറ്റങ്ങൾക്കും തിരികൊളുത്തുവാനും പ്രചോദിപ്പിക്കുവാനും ഒരു വ്യക്തിയെ സന്നിവേശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഖുർആനികമായിട്ടുള്ള വചനങ്ങളാണ്, ആയത്തുകളാണ് എന്ന് കാണാൻ സാധിക്കും. അൽ ഫുർഖാൻ അൽ ഫിറഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, അൽ ഫുർഖാൻ മിനൽ ദുൽമി ഇലൻ നൂർ, അഥവാ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യമായിട്ടുള്ള ഹക്കിലേക്കും വഴി കാണിച്ചു തരുന്ന ഈ വിശുദ്ധ ഖുർആൻ ആണ് ഓരോ വിശ്വാസിയുടെയും ഓരോ മനുഷ്യന്റെയും ശരിയായിട്ടുള്ള പാത കാണിച്ചു തരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ യാത്രകൾ ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാത്ത, പരിചിതമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തെ എത്തിപ്പെടുവാൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് ഒരു പക്ഷേ ഗൂഗിൾ മാപ്പായിരിക്കാം. എങ്ങനെയാണ് ആ ഒരു പ്രദേശത്ത് തനിക്ക് എത്താൻ സാധിക്കുക എന്ന് ആ ഒരു വഴി, ആ ഒരു മാർഗം കാണിച്ചു തരുന്നുണ്ട്. ആ രൂപത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണോ കുടുംബം, വ്യക്തി, കുടുംബം, സമൂഹം, രാജ്യം, രാഷ്ട്രാന്തരങ്ങൾ, ഈ അർത്ഥത്തിൽ താനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവിധ വിഷയങ്ങളും കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് വിശുദ്ധ ഖുർആൻ നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്ന ആ സമൂഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊരു സമൂഹത്തെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അയച്ചിട്ടുള്ള പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലയളവിൽ കൂടി മാറ്റിയെടുത്ത ആ സമൂഹത്തിന്റെ പിക്ചർ, ആ സമൂഹത്തിന്റെ ചിത്രം ഏത് വിധേനയാണ് എന്ന് ആ കാലഘട്ടത്തിൽ സാഹിത്യകാരന്മാർ തങ്ങളുടെ കവിതകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായിട്ടുള്ള
തറഫത്ത് ബിൻ അബ്ദ് അദ്ദേഹം എഴുതിയിട്ടുള്ള കുറച്ച് വരികളുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വലൗല സലാസുഹുന്ന മിൻ ഈശത്തിൽ ഫതാ വജദ്ദീക ലം അഹ്ഫൽ മതാ ഖാമ ഉവ്വിദി. ഒരു വ്യക്തിത്വം എന്ന നില, ഒരു വ്യക്തി എന്ന നിലക്ക് തീർച്ചയായും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ, 3 കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ താൻ മരണപ്പെടുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും യാതൊരു തരത്തിലുള്ള പ്രയാസവും തനിക്കുണ്ടാവുകയില്ല. തുറന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, കൃത്യമായിട്ട് ആ സമൂഹത്തിൽ നിലകൊണ്ടിട്ടുള്ള എത്രത്തോളം അരക്ഷിതമായിട്ടുള്ള അവസ്ഥയിലായിരുന്നുവോ, എത്രത്തോളം അധാർമികമായിട്ടുള്ള അവസ്ഥയിലായിരുന്നുവോ ആ സമൂഹത്തിന്റെ ചിത്രം ഈ ഒരു കവിതയിൽ കൂടി അദ്ദേഹം പറയുകയാണ്. തുറന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എൻ്റെ കാമുകി, ഞാൻ മദ്യപിക്കുന്നത് അവൾ എന്നെ അധിക്ഷേപിക്കുന്നുണ്ട്. ആ അധിക്ഷേപം എനിക്ക് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അവൾ ഉണരുന്നതിന് മുന്നേ മദ്യശാലയിൽ പോയി അങ്ങേയറ്റം മദ്യം കഴിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു അക്രമ സംഘം പിടിച്ചു വെക്കുകയും ബന്ധനസ്ഥനാക്കപ്പെടുകയും ആ ഒരു സഹായത്തിന് വേണ്ടി ആ അക്രമ സംഘത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടാൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഗർവോടുകൂടി ആ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാനും അക്രമി സംഘത്തെ ഇല്ലാതാക്കുവാനും ഞാൻ ശ്രമിക്കും. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴയുള്ള ഒരു സുദിനത്തിൽ ഞാൻ എൻ്റെ കാമുകിയുമായിട്ട് അങ്ങ് ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ അർത്ഥത്തിൽ അധാർമികമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ സമൂഹത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിശുദ്ധ വചനങ്ങൾ കൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സമൂഹമായിക്കൊണ്ട് വളർത്തിയെടുത്തതായിട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്താണ്? ഉമ്മത്തുൻ വസത്തൻ, അല്ലെങ്കിൽ ഉമ്മത്തുൻ മിസാലിയ, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള, ഏറ്റവും ആളുകൾക്ക് കാണിച്ചു കൊടുക്കുവാൻ അവരുടെ ജീവിതത്തിലേക്ക് അനുവർത്തനമായിട്ടുള്ള പാഠങ്ങൾ ജീവിതത്തിലേക്ക് സംശയിക്കാൻ പറ്റിയിട്ടുള്ള ജീവിതങ്ങൾ കവച്ചുകൊണ്ടാണ് ആ സ്വഹാബി വര്യന്മാർ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്തിട്ടുള്ള ആ സമൂഹം ഇവിടെ നിന്ന് പോയത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ പ്രത്യേകിച്ച് മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഖുർആനുമായിട്ട് നമുക്ക് നല്ലാത്തൊരു ബന്ധമുണ്ട്. أننا قد علاقة كبيرة مع القرآن بالتلاوة والتحفظ والتدبر. മറ്റു മാസങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു മാസത്തിൽ വിശുദ്ധ ഖുർആനുമായിട്ട് നമുക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും പല രീതിയിലുള്ള സ്ട്രാറ്റജികളാണ് ഖുർആൻ പഠനത്തിന് വേണ്ടി മുന്നിൽ വെക്കുന്നത്. ഒരുപക്ഷെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, അത് തുടർന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ മനഃപ്പാഠമാക്കിയിട്ടുള്ള സൂറത്തുകൾ കുറച്ചുകൂടി മറന്നുപോയതിനെ ഒന്നുകൂടി മനസ്സിലേക്ക് ഹിഫ്ള് ചെയ്യുവാനുള്ള, മനഃപ്പാഠമാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടാവാം. ഇതെല്ലാം തന്നെ ഖുർആനിന്റെ പഠനത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു വല്ലാത്ത അഭിനിവേശമാണ്. തീർച്ചയായും അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ടുള്ള പ്രതിഫലം നൽകുമെന്നത് തന്നെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഖുർആനികമായിട്ടുള്ള ഇത്തരം വായനയോടൊപ്പം ഹിഫ്ളിനോടൊപ്പം തന്നെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഖുർആനെ സംബന്ധിച്ചുള്ള തദബ്ബുർ എന്നതാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിൽ പല അധ്യായങ്ങൾ കൂടി സൂചിപ്പിക്കുന്ന കാര്യം അതാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള പ്രതിഫലമുണ്ട്, അതിനെ ഹിഫ്ളാക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ദറജകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ഖുർആനിക വായനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു വിഷയമാണ് ഖുർആനെ സംബന്ധിച്ചുള്ള ചിന്ത എന്നത്, തദബ്ബുർ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കൂടി പറയുന്നത് കിതാബൻ അൻസൽനാഹു ഇലൈക, പ്രവാചകരെ അല്ലെങ്കിൽ ഖുർആൻ പഠിതാക്കളായിട്ടുള്ള മുഴുവൻ ആളുകളെയും മുഖാത്തബായിക്കൊണ്ട് അല്ലാഹു പറയുന്നതാണ്, ഈ വേദഗ്രന്ഥം നിങ്ങൾക്ക് അവതീർണമായിട്ടുള്ളത് തീർച്ചയായും ലിയദബ്ബറു ആയാതിഹി, ഇതിൽ പറഞ്ഞിട്ടുള്ള ആയത്തുകളെ സംബന്ധിച്ച് ദൃഷ്ടാന്തപൂർവം അവതീർണമായിട്ടുള്ള ഈ ആയത്തുകളെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുവാൻ വേണ്ടിക്കൊണ്ടാണ്. വലിയതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യരെ, ചിന്തിക്കുന്ന മനുഷ്യരെ, നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഗൗരവപൂർവമായിട്ടുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഖുർആൻ സൂചിപ്പിക്കുകയാണ്. സത്യവിശ്വാസികൾ നമുക്കറിയാം, പല അർത്ഥത്തിലുള്ള പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്.
പക്ഷെ ഈ അർത്ഥത്തിൽ കൃത്യമായിട്ട് ആയത്തിന്റെ ആന്തരികമായിട്ടുള്ള ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുന്ന ചുറ്റുപാടിൽ ആ ആയത്ത് എന്താണ് എന്നോട് സംവദിക്കുന്നത്. നമ്മൾ തന്നെ വെള്ളിയാഴ്ചകൾ സൂറത്തുൽ കഹ്ഫ് ഓതുന്നു അല്ലേ? ഒരു മടുപ്പുമില്ലാതെ നിരന്തരമായിട്ട് എല്ലാ ആഴ്ചകളിലും ഓരോ വിശ്വാസി സമൂഹവും കൃത്യമായിട്ട് അത് തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഓതുമ്പോൾ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എനിക്കൊരു താണായിട്ട്, ഒരു തണലായിട്ട് അതിന്റെ കഥകൾ, അതിൽ പറഞ്ഞിട്ടുള്ള ഗുണപാഠങ്ങൾ എൻ്റെ ജീവിതവുമായിട്ട് ഏകിച്ചേരുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തുറന്നുകൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അമ്മ തഅമ്മുൽ ഫിൽ ഖുർആനി ഫഹുവ തജിദു നാദിറുൽ ഖൽബി ഇലാ മആനിഹി വജംഉൽ ഫിക്രി അലാ തദബ്ബുരിഹി വതഅഖ്ഖുലിഹി ഫഹുവൽ മഖ്സൂദു ബിഇൻസാലിഹി ലാ മുജറദു തിലാവത്തിഹി ബിലാ തഫഹുമിൻ വലാ തദബ്ബുരിൻ. തീർച്ചയായും ഈ പറഞ്ഞിട്ടുള്ള ആയത്തുണ്ടല്ലോ, മോൾ സൂചിപ്പിച്ചിട്ടുള്ള ആ ആയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് നിങ്ങളുടെ വെറും ഒരു തിലാവത്ത് മാത്രമല്ല, ഓതി തീർക്കുക എന്നതിനപ്പുറത്തേക്ക് പകരമായിട്ട് അഖ്ലും ഫഹമും ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സൂചിപ്പിച്ചത് വിശ്വാസികളെ, ഈ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനുമായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന ഈ സമയത്ത്, ഖുർആനിക പഠനത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുള്ള ഈ സമയത്ത്, ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള തദബ്ബുറിന്റെ വിഷയത്തിൽ ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ ഒരു ഭാഗത്ത് കൃത്യമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുന്നുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുവഹ്ഹിദുകളായി മുത്തഖികളായി ജീവിക്കണമെന്ന് സ്വയം എന്നോടും പിന്നെ നിങ്ങളോടും ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. സത്യവിശ്വാസികളെ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ ഈ വിശുദ്ധ റമളാനിൽ വിശ്വാസി സമൂഹം ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനത്തിലും ചിന്തയിലുമൊക്കെ മുഴുകിയിരിക്കുന്ന ഈ വേളയിൽ ഖുർആനുമായിട്ടുള്ള തദബ്ബുറാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും പിടിച്ചു നിൽക്കുവാൻ ഖുർആനിൻ്റെ ആയത്തുകൾ നമുക്ക് പ്രചോദനമായിട്ട് വർത്തിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇതിനായി പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക. ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിലാവത്ത് എന്നത് ഒരു കഴിച്ചു കൂട്ടുന്ന രൂപത്തിലേക്ക് ഒരിക്കൽ പോലും ആ രൂപത്തിലേക്ക് മാറാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി. ഒരു പക്ഷേ നമുക്ക് കിട്ടിയിട്ടുള്ള ഒഴിവ് സമയത്ത് നിശ്ചിതമായിട്ടുള്ള കത്തം തീർക്കണം എന്നുള്ള ഒരു ഉദ്ദേശം, ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവാം, നല്ലതാണ്. പക്ഷേ ഓതുന്ന സന്ദർഭത്തിൽ ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ, അതേപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത്, തിലാവത്ത് നടത്തുന്ന സമയത്ത് ഏറ്റവും തർത്തീലായിക്കൊണ്ട് ക്രമപ്രകാരമായിട്ട് യാതൊരു തരത്തിലുമുള്ള ധൃതി കാണിക്കാതെ അതിൻ്റെ മഖ്റജുകളും അതിൻ്റെ ആശയങ്ങളും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഉച്ചാരണത്തോടു കൂടി ശ്രദ്ധിക്കുവാനുള്ള ഒരു ജാഗ്രത പ്രത്യേകിച്ച് ഈ ഒരു വേളയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. പലപ്പോഴും നമ്മൾ കാണുന്നത് പല ആളുകൾ അതങ്ങ് ഖത്തം തീർക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞിട്ടുള്ള ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവധാനതയോടുകൂടി, ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഒരു ഇനായത്തോടുകൂടി ശ്രദ്ധിക്കണം, ഓതണം. ആ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നടത്തിയിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള ഖിയാമും അതുപോലെ തന്നെ സിയാമും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, നിങ്ങൾ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾ, തെറ്റുകൾ പടച്ചവനെ നീ പുറത്തു മാപ്പാക്കിത്തണമേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ കുടുംബക്കാർ, മറ്റു ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറുകൾക്ക് നാഥ മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ നാഥ.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر ذنوبنا يا أرحم الراحمين. اللهم اغفر ذنوبنا يا أرحم الراحمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا من دعائنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار.